ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയിലെ പബ്ലിഷിംഗ് എന്ന സെക്കൻഡ് ചാപ്റ്ററാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ ഡോക്യുമെൻറ്റിലെ ഹെഡിങ്ങുകൾക്ക് സ്റ്റൈൽ അപ്ലൈ ചെയ്യുന്ന ആക്ടിവിറ്റിയാണ് നമ്മൾ ചെയ്തത്. പല രീതിയിലുള്ള സ്റ്റൈലുകൾ നമ്മൾ അപ്ലൈ ചെയ്തു. ഹെഡിങ്സ് അട്രാക്റ്റീവ് ആക്കുന്നതിന് വേണ്ടി സ്റ്റൈൽസ് വളരെ ഹെൽപ്ഫുള്ളാണെന്ന് നമ്മൾ കണ്ടു. ഇന്ന് പുതിയ സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നും ഉള്ള സ്റ്റൈൽ മോഡിഫൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുന്നതിനായി ആപ്ലിക്കേഷൻ, ഓഫീസ്, ലിബർ ഓഫീസ് റൈറ്റർ എന്നുള്ള ഓർഡറിൽ ക്ലിക്ക് ചെയ്യുക. ഫയൽ മെനുവിൽ നിന്ന് ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്യുന്നതിനായി ഫയൽ ഓപ്പൺ, ഡോക്യുമെൻറ്റ്സ് എന്നുള്ള ഫോൾഡറിൽ നിന്ന് report.odt എന്നുള്ള ഫയൽ ഓപ്പൺ ചെയ്തു. ഹെഡിങ്ങിന് സ്റ്റൈൽ അപ്ലൈ ചെയ്യാൻ ഹെഡിങ് സെലക്ട് ചെയ്യുക. ഡീഫോൾട്ട് സ്റ്റൈലിൽ നിന്ന് ടൈറ്റിൽ എന്നുള്ള സ്റ്റൈലാണ് കൊടുത്തത്. റിവേഴ്സ് ഓഫ് കേരള എന്നുള്ള മെയിൻ ഹെഡിങ്ങിന് ഹെഡിങ് 1 എന്നുള്ള സ്റ്റൈൽ അപ്ലൈ ചെയ്തു. ഹെഡിങ് സെലക്ട് ചെയ്യുക. ഹെഡിങ് 1 എന്നതിൽ ക്ലിക്ക് ചെയ്യുക. പെരിയാർ എന്നുള്ള സബ് ഹെഡിങ്ങിന് ഹെഡിങ് 2 എന്നുള്ള സ്റ്റൈലാണ് അപ്ലൈ ചെയ്തത്. എല്ലാ സബ് ഹെഡിങ്ങുകൾക്കും ഹെഡിങ് 2 എന്നുള്ള സ്റ്റൈൽ അപ്ലൈ ചെയ്യാം. ഹെഡിങ് സെലക്ട് ചെയ്തു, സബ് ഹെഡിങ് സെലക്ട് ചെയ്തു. ഹെഡിങ് 2 എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഹെഡിങ് 2 എന്നുള്ളത് അപ്ലൈ ചെയ്തു. ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇന്ന് ചെയ്യാൻ പോകുന്ന ആക്ടിവിറ്റി മോഡിഫൈയിങ് ദി സ്റ്റൈൽ എന്നുള്ളതാണ്. ആക്ടിവിറ്റി 2-3 മോഡിഫൈയിങ് ദി സ്റ്റൈൽസ്. നമ്മൾ ഈ ചെയ്ത സ്റ്റൈലുകൾ മോഡിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് നോക്കാം. സ്റ്റൈൽ മോഡിഫൈ ചെയ്യുന്നതിനായി സ്റ്റൈൽ ബോക്സിൽ നിന്ന് സ്റ്റൈലിൻ്റെ പേര് സെലക്ട് ചെയ്യുക. തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ട്രയാങ്കിൾ ഷേപ്പ് നമുക്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ എഡിറ്റ് സ്റ്റൈൽ എന്നുള്ള ഓപ്ഷൻ ലഭിക്കും. എഡിറ്റ് സ്റ്റൈൽ എടുക്കുക. ഓർഗനൈസർ എന്നുള്ള ടാബാണ് ആദ്യത്തേത്. ഓർഗനൈസറിൽ ആ സ്റ്റൈലിൻ്റെ പേരാണ് കിടക്കുന്നത്. ഹെഡിങ് 1 എന്നുള്ള പേര് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല. ബാക്കി എല്ലാ ടാബുകളും നമുക്ക് ആവശ്യമനുസരിച്ച് ചേഞ്ച് ചെയ്യാം. ഇൻഡൻ്റ് ആൻഡ് സ്പേസിങ്, വരികൾ തമ്മിലുള്ള അകലവും മാർജിനിൽ നിന്നുള്ള അകലവും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇൻഡൻ്റ് ആൻഡ് സ്പേസിങ്ങിലാണ്. അലൈൻമെൻറ്റ്, ലെഫ്റ്റ്, റൈറ്റ്, സെൻറ്റർ, ജസ്റ്റിഫൈ, ഏത് രീതിയിൽ നമ്മളുടെ ടെക്സ്റ്റിനെ അലൈൻ ചെയ്യണമെന്ന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഫോണ്ട് എന്നുള്ള ഓപ്ഷനിൽ നിന്ന് ഏത് ടൈപ്പിലുള്ള ഫോണ്ട് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഫോണ്ടിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം. ബോൾഡ്, ഇറ്റാലിക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫോണ്ട് എന്നുള്ള ഓപ്ഷനിൽ നിന്നാണ് സെലക്ട് ചെയ്യേണ്ടത്. ഫോണ്ട് ഇഫക്റ്റിൽ നിന്നാണ് അക്ഷരങ്ങൾക്ക് കളർ കൊടുക്കാനും അതുപോലെ അണ്ടർലൈൻ അങ്ങനെയുള്ള ഓപ്ഷൻസൊക്കെ സെലക്ട് ചെയ്യുന്നത് ഫോണ്ട് കളറിൽ നിന്നാണ്. ഏരിയ എന്നുള്ള ഓപ്ഷനിൽ നിന്ന് ബാക്ക്ഗ്രൗണ്ടിന് നമുക്ക് കളർ കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന ഹെഡിങ് 1 എന്നുള്ള സ്റ്റൈൽ നമുക്ക് മോഡിഫൈ ചെയ്യാം. ഹെഡിങ് 1 എന്നുള്ള സ്റ്റൈൽ മോഡിഫൈ ചെയ്യുന്നതിനായിട്ട് ഹെഡിങ് 1 സെലക്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ട്രയാങ്കിൾ ഷേപ്പിൽ ക്ലിക്ക് ചെയ്യുക. എഡിറ്റ് സ്റ്റൈൽ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഓർഗനൈസറിൽ ഹെഡിങ് 1 തന്നെയാണ് കിടക്കുന്നത്. ഫോണ്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഫ്രീ മോണോ എന്നുള്ള ഫോണ്ട് ഫാമിലി സെലക്ട് ചെയ്തു. ഫോണ്ട് സൈസ് 180% എന്നുള്ളത് സെലക്ട് ചെയ്തു. ഫോണ്ട് ഇഫക്റ്റിൽ ക്ലിക്ക് ചെയ്ത് ഫോൺ കളർ മജന്ത സെലക്ട് ചെയ്തു. അപ്ലൈ ഓക്കെ എന്നീ ബട്ടണുകൾ നമ്മൾ ക്ലിക്ക് ചെയ്തു. നമ്മളുടെ ഹെഡിങ് 1 എന്നുള്ള സ്റ്റൈൽ എവിടെയാണോ അപ്ലൈ ചെയ്തിരുന്നത്, റിവേഴ്സ് ഓഫ് കേരള എന്നുള്ള ഹെഡിങ്ങിനാണ് നമ്മൾ ഹെഡിങ് 1 എന്നുള്ള സ്റ്റൈൽ അപ്ലൈ ചെയ്തത്. ഓക്കെ കൊടുക്കുമ്പോഴേക്കും ഹെഡിങ് 1 അപ്ലൈ ചെയ്ത സ്റ്റൈലുകളുടെ എല്ലാം സ്റ്റൈല് മോഡിഫൈ ആയതായിട്ട് കാണാനായിട്ട് പറ്റും. ഇനി ഹെഡിങ് 2 എന്നുള്ള സ്റ്റൈൽ നമുക്ക് നോക്കാം. ഹെഡിങ് 2 സെലക്ട് ചെയ്യുക.
തൊട്ടടുത്തുള്ള ട്രയാങ്കിൾ ഷേപ്പിൽ ക്ലിക്ക് ചെയ്യുക. എഡിറ്റ് സ്റ്റൈൽ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫോണ്ട് ലിബറേഷൻ മോണോ എന്നുള്ള ഫോണ്ടാണ് സെലക്ട് ചെയ്തത്. ഒരു 140% സൈസാക്കി ഫോണ്ട് ഇഫക്റ്റിൽ ക്ലിക്ക് ചെയ്ത് ഏത് കളറാണോ വേണ്ടത്, ഇൻഡിഗോ എന്നുള്ള കളറാണ് സെലക്ട് ചെയ്തത്. ഇൻഡിഗോ എന്നുള്ള കളർ സെലക്ട് ചെയ്തു. അണ്ടർലൈൻ വേണമെങ്കിൽ അണ്ടർലൈൻ കൊടുക്കാം. അതൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ആവശ്യമുള്ളത് മാത്രം സെലക്ട് ചെയ്താൽ മതിയാകും. അപ്ലൈ ഓക്കെ എന്നീ ബട്ടണുകൾ പ്രസ് ചെയ്തു. ഇനി നമ്മൾ ഹെഡിങ് 2 കൊടുത്ത സ്റ്റൈലുകളെല്ലാം ഇവിടെ ഇപ്പോൾ ഇൻഡിഗോ കളറിലേക്ക് മാറിയതായിട്ട് കാണാം. എല്ലാ സബ് ഹെഡിങ്ങുകളും മോഡിഫൈ ആയി. പുതിയ സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി, ന്യൂ സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി സ്റ്റൈൽ ബോക്സിലെ ഞാൻ ക്യാരക്ടർ സ്റ്റൈലാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഡീഫോൾട്ട് സ്റ്റൈൽ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ന്യൂ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് പുതിയതായി പേര് കൊടുക്കാനായിട്ട് സാധിക്കും. ഓർഗനൈസറിലാണ് നമ്മൾ നെയിം ചേഞ്ച് ചെയ്യുന്നത്. ഓർഗനൈസറിൽ അൺടൈറ്റിൽഡ് എന്നത് മാറ്റി മെയിൻ ഹെഡിങ് എന്നുള്ള നെയിം സെലക്ട് ചെയ്തു. ഫോണ്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വെസ്റ്റേൺ ടെക്സ്റ്റ് ഫോണ്ട്, ഇംഗ്ലീഷ് അക്ഷരങ്ങൾക്ക് വെസ്റ്റേൺ ടെക്സ്റ്റ് ഫോണ്ടും മലയാള അക്ഷരങ്ങൾക്ക് CTL ഫോണ്ടുമാണ് സെലക്ട് ചെയ്യേണ്ടത്. ഉബുണ്ടു മോണോ എന്നുള്ള ഒരു സ്റ്റൈലാണ് ഞാൻ സെലക്ട് ചെയ്തത്. സൈസ് നമ്മൾക്ക് എത്ര സൈസാണോ വേണ്ടത് 20 pt എന്നുള്ള സൈസ് സെലക്ട് ചെയ്തു. ഫോണ്ട് ഇഫക്റ്റിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫോണ്ടിന് കളർ ആവശ്യമുണ്ടെങ്കിൽ കളർ സെലക്ട് ചെയ്യാം. ബ്ലൂ കളർ സെലക്ട് ചെയ്തു. അപ്ലൈ ഓക്കെ എന്നീ ബട്ടണുകൾ ക്ലിക്ക് ചെയ്യാം. ഡീഫോൾട്ട് സ്റ്റൈൽ എന്നതിൽ പുതിയൊരു സ്റ്റൈൽ ഇവിടെ മെയിൻ ഹെഡിങ് എന്നുള്ള പേരിൽ ഒരു പുതിയ സ്റ്റൈൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. സ്റ്റൈൽ അപ്ലൈ ചെയ്യാനായിട്ട് അപ്ലൈ ചെയ്യേണ്ട ഹെഡിങ് സെലക്ട് ചെയ്യുക. മെയിൻ ഹെഡിങ് എന്നതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. റിവേഴ്സ് ഓഫ് കേരള എന്നുള്ളതിപ്പോൾ മെയിൻ ഹെഡിങ്ങിന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണോ അതിൽ മോഡിഫൈ ചെയ്ത് കൊടുത്തത്, എന്തൊക്കെ കാര്യങ്ങളാണോ അതിൽ പറഞ്ഞിരിക്കുന്നത്, ആ ചേഞ്ചസ് എല്ലാം നമ്മൾ സെലക്ട് ചെയ്ത ടെക്സ്റ്റിലേക്കും അപ്ലൈ ആയിട്ടുണ്ടാകും. ആക്ടിവിറ്റി 2.5 എന്നുള്ളതാണ് അടുത്തതായി ചെയ്യുന്നത്. ടേബിൾ ഓഫ് കണ്ടൻസ്, ഇൻഡെക്സ് ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന ആക്ടിവിറ്റിയാണ് അടുത്തത്. നമ്മളുടെ ടെക്സ്റ്റിൽ ഓരോ കണ്ടൻറ്റുകളും എഴുതിയിരിക്കുന്നത് അല്ലെങ്കിൽ റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ പലപ്പോഴും ഇൻഡെക്സ് ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകും. ഇൻഡെക്സ് ടേബിൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. നമ്മളുടെ ചെയ്ത റിപ്പോർട്ടിൽ ഇൻഡെക്സ് ടേബിൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇൻഡെക്സ് ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നതിനായി ഇൻസേർട്ട് മെനുവിൽ നിന്ന് ടേബിൾ ഓഫ് കണ്ടൻറ്റ് ആൻഡ് ഇൻഡെക്സ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ടേബിൾ ഓഫ് കണ്ടൻറ്റ്സ് ആൻഡ് ഇൻഡെക്സ്, ടേബിൾ ഓഫ് കണ്ടൻറ്റ്സ് ഇൻഡെക്സ് ഓർ ബിബ്ലിയോഗ്രഫി എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ടേബിൾ ഓഫ് കണ്ടൻറ്റ്സ് എന്നുള്ള ടൈറ്റിൽ മാറ്റിയിട്ട് ഇൻഡെക്സ് എന്നുള്ള ടൈറ്റിൽ അപ്ലൈ ചെയ്തു. ഒരു കോളം നമുക്ക് മതി. ബാക്ക്ഗ്രൗണ്ട് ഒരു ലൈറ്റ് കളർ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഏത് കളറാണോ വേണ്ടത് ആ കളറ് സെലക്ട് ചെയ്യാം. ഓക്കെ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഇൻഡെക്സ് എന്നുള്ള ഹെഡിങ്ങോടുകൂടി മെയിൻ ഹെഡിങ്
റിവേഴ്സ് ഓഫ് കേരള. അതിൻ്റെ താഴെയായിട്ട് എല്ലാ സബ് ഹെഡിങ്ങുകളും കാണാനായിട്ട് സാധിക്കും. നമ്മൾ ഇപ്പോൾ റിവേഴ്സ് ഓഫ് കേരള എന്നുള്ള ആ വേർഡിൻ്റെ നേരെ കൊണ്ടുപോകുമ്പോൾ ഇവിടെ ഒരു ടെക്സ്റ്റ് അവിടെ എഴുതി വരുന്നുണ്ട്, ഒരു മെസ്സേജ് അവിടെ എഴുതി വരുന്നുണ്ട്. എന്തെന്നാണ് മെസ്സേജ്? കൺട്രോൾ ക്ലിക്ക് ടു ഫോളോ ലിങ്ക്. നമ്മളിവിടെ കൺട്രോൾ പ്രസ് ചെയ്ത് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഇപ്പോൾ ഈ ചാലിയാർ എന്നുള്ള ഈ ലിങ്കിൽ നമ്മൾ ഇവിടെ ഒരു ലിങ്ക് വർക്ക് ചെയ്യുന്നുണ്ട്. കൺട്രോൾ കീ പ്രസ് ചെയ്തുകൊണ്ട് ചാലിയാർ എന്നുള്ള ഹെഡിങ്ങിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നേരെ ആ പേജിലേക്ക് പോകാനായിട്ട് സാധിക്കും.